സെറ്റയുടെ അതിജീവന യാത്രയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകി. ജനുവരി 24-ന് നടക്കുന്ന അധ്യാപകരുടെയും സംസ്ഥാന ജീവനക്കാരുടെയും പണിമുടക്കിന് മുന്നോടിയായാണ് അതിജീവന യാത്ര നടത്തുന്നത്. സിവിൽ സർവീസ് അധ്യാപക മേഖലയുടെ പുനർജീവനം എന്ന മുദ്രാവാക്യവുമായാണ് സെറ്റോയുടെ നേതൃത്വത്തിൽ അതിജീവന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 24-ന് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നതിന്റെ ഭാഗമായാണ് അതിജീവന യാത്ര. 6 ഗഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നത്. സെറ്റോ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നൽകിയ സ്വീകരണ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സമസ്ത മേഖലയിലുള്ള മുഴുവൻ ആളുകളും പറയുകയാണ്, കേരളത്തിൽ നടക്കുന്നത് ദുർഭരണമാണ്. കേന്ദ്രത്തെ ആശ്രയിക്കാമെന്ന് കരുതിയാൽ കേന്ദ്രത്തിൽ അതിന്റെ അപ്പുറത്തെ ദുർഭരണമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടത്. ഈ 2 സർക്കാരുകൾക്കെതിരായിട്ടുള്ള പടപ്പുറപ്പാട്, ജനദ്രോഹ ഗവൺമെന്റിനെതിരായിട്ടുള്ള യുദ്ധം, പോരാട്ടം ജനാധിപത്യപരമായ രീതിയിൽ കേരളത്തിൽ കേന്ദ്രത്തിലും പ്രതിപക്ഷം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആ പോരാട്ടത്തിന് കരുത്തു പകരുവാൻ ചവറ ജയകുമാറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കാസർഗോഡ് നിന്നും ആരംഭിച്ച കേരളത്തിലെ അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും മനസ്സിൽ നെരിക്കോടിൽ എരിഞ്ഞെരിഞ്ഞ് ഈ സർക്കാരിനെതിരായിട്ടുള്ള രോക്ഷം സ്വന്തം ഹൃദയത്തിലും സ്വന്തം പതാകയിലും ഏറ്റുവാങ്ങിക്കൊണ്ട് വന്ന ഈ ജാഥയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് AP സുനിൽ, VP ദിനേശ്, പ്രദീപ് വാര്യത്ത, ആർത്തിയിൽ സമീർ, അനിൽ ബാബു, AM ജാഫർ ഖാൻ, J മഞ്ജുക്കുട്ടൻ, R രാജശേഖരൻ, അഡ്വക്കേറ്റ് KA ജവാദ്, നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.